ഇന്നലെ നിയമസഭയിൽ നടന്ന കാര്യങ്ങൾ, അതായത് ഇന്നലത്തെ നിയമസഭാ വേദി ഭയങ്കര കോമഡിയാണ്. കോമഡി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷം എത്ര ദുർബലമാണ് എന്നുള്ളത് നമുക്ക് ഇന്നലെ വളരെ ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത ഒരു കാര്യമായിരുന്നു. പണ്ടൊക്കെ പത്രത്തിൽ മാത്രമേ നിയമസഭ റിപ്പോർട്ടിംഗ് വരുള്ളായിരുന്നു. ഈ ചാനലുകൾ ഇത് കാണിക്കാൻ തുടങ്ങിയോടുകൂടി ശരിക്കും പറഞ്ഞാൽ CPM ചീട്ട് കയറിയ ദിവസമായിരുന്നു ഇന്നലെ. പ്രതിപക്ഷം എന്നതിനേക്കാൾ ഉപരി പിണറായി വിജയൻ എന്തായിരുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്ന ആയിരുന്നു ഇന്നലത്തെ നിയമസഭാ സമ്മേളനം. നമ്മൾ പല ചർച്ചകളിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയൻ എന്തുകൊണ്ട് മാധ്യമങ്ങളെ കടക്കുപുറത്ത് എന്ന് പറയുന്നു, എന്തുകൊണ്ട് ഇദ്ദേഹം സ്ക്രിപ്റ്റഡ് പ്രസ് മീറ്റ് നടത്തുന്നു എന്നതിനെല്ലാം മറുപടി നമ്മളത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യം കൃത്യമായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നലത്തെ ധവളപത്രം അവതരിപ്പിച്ചതിന് ശേഷമുള്ള പ്രതികരണങ്ങൾ. ശ്രദ്ധിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പിണറായി പോലുള്ള ആളവിടെ ഉന്നയിച്ച്, പിണറായിയും ബാലഗോപാലും മാത്രം അവിടെ ഉന്നയിക്കാൻ ഉണ്ടായിരുന്നില്ല, ബാക്കി ആർക്കും എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല. അടിച്ച് നിരപ്പാക്കി തന്നെ പറയണം VD സതീശനും VP സജീന്ദ്രനും ഉൾപ്പെടെയുള്ള ഭരണകക്ഷികൾ. അതെ, ഈ പിണറായി വിജയന് എന്താണ് ഈ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയില്ല. പണ്ടും അറിയില്ല, ഇപ്പോഴും അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തെ എന്തെങ്കിലും ഒരു വിഷയം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ മാധ്യമപ്രവർത്തകരും മൈക്കുമായിട്ട് ചെല്ലുമ്പോൾ മാറി നിൽക്കങ്ങോട്ട്, കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഇത് എന്താണെന്ന് ഇത് മനസ്സിലാക്കാൻ പുള്ളി കുറേ ദിവസം എടുക്കും. അപ്പോൾ ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോൾ ഇദ്ദേഹം മിണ്ടുകയില്ല. എന്നിട്ടോ ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ 5 മണിയാകുമ്പോൾ പ്രസ് മീറ്റ് തുടങ്ങും. ഇദ്ദേഹം ഇത് എഴുതിക്കൊണ്ട് വരും. അദ്ദേഹം ആഗോളതാപനത്തിൽ തുടങ്ങി ഇനി വന്ന് അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകുന്നത്, പിന്നെ അമേരിക്ക, എല്ലാം പറഞ്ഞ് 3/4 മണിക്കൂർ വന്ന് അവസാനം ഓരോ സെഗ്മെൻറ്റാണ് കേരളത്തിലേക്ക് കടക്കുന്ന കൂട്ടത്തിൽ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്ത് ഈ വിവാദത്തെക്കുറിച്ചൊരു പാരഗ്രാഫ് വായിക്കും. അതിനുശേഷം താത്തു വെക്കും. 2 മറുപടി എഴുതി തയ്യാറാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. ഒന്ന് കൈരളിക്കാരനും ചോദിക്കും, ഒന്ന് ദേശാഭിമാനിക്കാരനും. അതിന് രണ്ടിനും ഇതേക്കുറിച്ച് പറഞ്ഞിട്ട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരും. പക്ഷേ എന്താണ്, ഇന്നലെ കയ്യിലൊരു കീറക്കടലാസ് പോലും ഇല്ലാതെയാണ് VD സതീശൻ ധവളപത്രം പ്രതിപാദിച്ചത്. അതായത് ഓരോ കാര്യങ്ങളും പറഞ്ഞത്, ഓരോ ഇത് അതിൻ്റെ ആ ഫിഗേഴ്സ് നോക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് കയ്യിലോട്ട് പിടിച്ചത്. ബാക്കി എല്ലാം കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ഒരു വരി പറയാൻ പിണറായി വിജയന് കഴിഞ്ഞില്ല. ഇല്ല, എന്ത് പറയാൻ? നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് അറിയാൻ പാടില്ല. അത് നിയമസഭ പോലുള്ള ഒരു പ്രധാനപ്പെട്ട വേദിയിൽ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് ആധികാരികമായി ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല, എങ്ങനെ സംസാരിക്കാൻ പറ്റും? അപ്പോൾ എന്താണ് രസം, ബാലഗോപാലിനും ഇതെന്താണെന്ന് മനസ്സിലായില്ല. അദ്ദേഹം എന്തൊക്കെയോ നിയമസഭയിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് വെളിയിലിറങ്ങി ഇദ്ദേഹം ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. അത് ലോക വെട്ടിത്തരം. പിന്നെ ഇവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ആകെ ഉണ്ടായിരുന്നത് തോമസ് ഐസക്കും രാജീവുമാണ്. പൂമരനെ കണ്ടില്ല. തോമസ് ഐസക്കും രാജീവും എന്താണെന്ന് ചോദിച്ചാൽ അവർ രണ്ടുപേരും നിയമസഭയിൽ വന്ന് പറയേണ്ട കാര്യം പുറത്ത് ഇവരെ ഏൽപ്പിച്ചിരിക്കുക. പൂമരൻ കൂടുതൽ സമയം ഇപ്പോൾ അമേരിക്ക പോലുള്ള വിദേശ രാജ്യങ്ങളിൽ അവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. അപ്പോൾ നിയമസഭയ്ക്കകത്ത് പറയേണ്ട മറുപടി നിയമസഭാംഗങ്ങളല്ലാത്ത 2 പേർ വെളിയിൽ നിന്ന് പറയുകയാണ്. വല്ല കാര്യമുണ്ടോ? ഇതിനകത്ത് നമുക്കറിയാം ഇന്നലത്തെ ആ ഒരു ദിവസം, ഇന്നലെ നമ്മളതാണ് എന്തുകൊണ്ട് സതീശനെ ജനം ഇഷ്ടപ്പെടുന്നു, അതിൻ്റെ ഏറ്റവും വലിയ മറുപടിയാണ് ഇന്നലത്തെ ധവളപത്ര അവതരണം. മാത്രമല്ല എനിക്ക് തോന്നുന്ന ഒരു പക്ഷേ അച്യുതമേനോന് ശേഷം ഇത്രയും അക്കാഡമിക്കായ രീതിയിലും സഭയിൽ മറുപടി പറയുന്ന ഒരു മുഖ്യമന്ത്രിയായി VD സതീശൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അക്കാഡമിക്കാണ്. അച്യുതമേനോൻ ഒരു പ്യൂർലി അക്കാഡമിക്കായ ഒരു മനുഷ്യനായിരുന്നു. അതേ ഒരു ശൈലി തന്നെ. മറ്റുള്ളവർ മോശക്കാരല്ല, അവരൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ അവർ മിടുക്കന്മാർ തന്നെയായിരുന്നു. പക്ഷേ ആ ഒരു അക്കാഡമിക് അപ്രോച്ച് തന്നെയാണ് ഇവിടെ VD സതീശൻ നിയമസഭയിലൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അദ്ദേഹം നേരത്തെ പ്രതിപക്ഷമായിരുന്നപ്പോഴും അദ്ദേഹം കാര്യങ്ങൾ പഠിച്ചു വന്ന് അത് 1, 2, 3 അത് ഒരു നല്ല ഈ പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ ലോകത്തെ വിഷയങ്ങളെക്കുറിച്ച് ധാരണയുള്ള ഒരാൾ പറയുന്ന ആ കൃത്യതയോടുകൂടി തന്നെയാണ് VD സതീശൻ പറയാറുള്ളത്. അവർ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി ഏതെങ്കിലും വേദിയിൽ പോയാൽ അവിടെ മണ്ടത്തനെ വിളിച്ച് പറയില്ല എന്ന്. അതായത് നമ്മളുടെ ഈ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് 2 LDF സർക്കാരുണ്ട്. ആദ്യത്തെ LDF സർക്കാരിൻ്റെ കാലത്താണ് ഈ കിഫ്ബിയിൽ ഇത്രയും തരികിട കാണിച്ചു തുടങ്ങി. മറ്റേ മസാല ബോണ്ടും അല്ലാത്ത ബോണ്ടും എല്ലാം മേടിച്ചുകൊണ്ട് വന്നത് എല്ലാം ഈ സമയത്താണ്. ഈ 2ാമത്തെ LDF സർക്കാരിൻ്റെ കാലത്താണ് യാതൊരു ലോക വിവരവും ഇല്ലാത്ത, യാതൊന്നും അറിയാത്ത ഒരാളെ പിടിച്ച് ധനമന്ത്രിയാക്കി. കണക്കിൻ്റെ ABCD അറിയില്ല, പിന്നെ കേരളത്തിൽ നടക്കുന്നതിൻ്റെ ABCD അറിയത്തില്ല. ആരൊക്കെയോ ഭരിക്കുന്നു. ഇവർ കുറേ പേര് മന്ത്രിമാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നു. ഈ കേരളത്തിൻ്റെ ധനസ്ഥിതി എന്താണ്, കേരളത്തിൽ എന്താ സംഭവിക്കുന്നു ഒന്നും അറിയില്ല. അദ്ദേഹം ആജ്ഞാപിക്കുമ്പോൾ അദ്ദേഹത്തിന് ആവശ്യമുള്ള പൈസ അവിടെ കൊണ്ട് കൊടുക്കുന്നു. അദ്ദേഹം ഇതുമായിട്ട് ഉലകം ചുറ്റുന്നു. അദ്ദേഹത്തിന് തോന്നിയ നവകേരള യാത്ര സംഘടിപ്പിക്കുന്നു. ആ വഴിക്ക് ഇന്നലത്തെ ഈ ഒരു അവിടെ നടന്ന തമാശകൾ കണ്ടപ്പോൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ ചില അന്തകമ്മികൾ ഇടുന്നുണ്ടായിരുന്നു. P രാജീവ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിന് മറുപടി പറഞ്ഞേനെ എന്ന് അദ്ദേഹം ഇട്ടിരിക്കുകയാണ്.
അപ്പോൾ പി രാജീവ് എങ്ങനെയാണ് സംസാരിക്കുന്നതെന്നല്ല വി പി സജീന്ദ്രൻ കൃത്യമായിട്ട് നിയമസഭയിൽ പറഞ്ഞിരുന്നു. സജീന്ദ്രൻ ഇന്നലെ അടിഞ്ഞു. അതെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, പിന്നെയാണ് ഞാൻ രാത്രി ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഓർമ്മ വന്നൊരു കാര്യം, പി രാജീവ് രാജ്യസഭാ അംഗമായിരുന്നല്ലോ. അദ്ദേഹം രാജ്യസഭ കാലാവധി കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിയാണ്. അപ്പോൾ അവിടെ ഇവിടുത്തെ CPM ഹാൻഡിലുകൾ പറഞ്ഞു വരുത്തിയൊരു കഥയുണ്ട്. അവിടെ പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ തന്നെ മുതിർന്ന ചില അംഗങ്ങൾ പറഞ്ഞു അത്രേ, കഷ്ടമാണ്, നിങ്ങൾ ഒരു ടൈം കൂടി ഈ പി രാജുവിനോട് കൊണ്ടുവരണമായിരുന്നു. കാരണം രാജുവിനെ പോലുള്ള ഒരു ബൗദ്ധികൻ്റെ കുറവ് തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അനുഭവപ്പെടും എന്ന് പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിക്കറിയില്ല എന്തായാലും. എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ കടിച്ചാ പൊട്ടാത്ത പ്രസംഗം കേട്ടാണ് കുറേ MP മാരോട് ഉറങ്ങിയിരുന്നത്. അതുകൊണ്ടാവും രാജീവ് ഞങ്ങളുടെ ഉറക്കം മുറിയും, പ്ലീസ് രാജീവ് സാർ വരണം. എന്താണെങ്കിലും ഇന്നലത്തെ ആ ഒരു ദിവസം ശരിക്കും ഇവരെ അനാവരണം ചെയ്തു. എന്താണ് ഇവന്മാർ പ്രതിപക്ഷത്തിരിക്കുന്നവന്മാരുടെ വിവരം എന്നുള്ളത് അനാവരണം ചെയ്തു. അത് കഴിഞ്ഞ് അതിനേക്കാൾ വലിയൊരു കോമഡി ഷോ നിയമസഭയ്ക്കകത്തൊന്നും പറഞ്ഞില്ല. രണ്ടുപേരും വെളിയിലിറങ്ങി പൊറാട്ട് നാടകം നടത്തിയിട്ടുണ്ടായിരുന്നു. അതെ, നിയമസഭയ്ക്കകത്ത് പറയണമെങ്കിൽ പഠിച്ചിട്ട് കാര്യങ്ങൾ പറയണം. വെളിയിറങ്ങി എന്ത് വിളിച്ച് പറഞ്ഞിട്ട് പോയല്ല പത്രസമ്മേളനത്തിന്. ടീച്ചറമ്മ ഉറങ്ങുന്നില്ല സാർ, ടീച്ചറമ്മ ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞ അന്ന് അതിന് ട്രോള് വന്ന ടീച്ചറമ്മ ഉറങ്ങാൻ പറ്റത്തില്ല, കാരണം അവിടെ കൊള്ളയടിച്ചോണ്ടിരിക്കുകയാണ്. 5 രൂപ സാധനത്തിന് 50 രൂപ. അപ്പോൾ കോന്നി MLA ആയിട്ടുള്ള ജനീഷ് കുമാറും നമ്മുടെ ബേപ്പൂർ MLA ആയിട്ടുള്ള മുഹമ്മദ് റിയാസും കൂടെ വെളിയിലിറങ്ങി നിന്ന് ഒരു നാടകം നടത്തി. നിങ്ങളുടെ കോന്നി MLA ഈ നിയമസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടാവും തോന്നുന്നു. കാരണം അതിൻ്റെ തമാശകൾ ഏതായാലും ആളുകൾ അത് ഏറ്റുപിടിക്കുക. ട്രോളർമാർക്ക് നല്ലൊരു കൊയ്ത്താവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പം മറ്റേ വിജിൽ വന്ന് വിപ്ലവ പ്രസംഗമൊക്കെ നടത്തുന്നുണ്ട്. ഇത് പക്ഷെ കഴമ്പില്ല. ഈ വിപ്ലവ പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള യുവാക്കൾ നടത്തുന്ന പ്രസംഗത്തിൽ കഴമ്പുണ്ട്. ഈ വിജിലിനെയും ഈ ജനീഷ് കുമാറിനെയും പോലെ ആൾക്കാർ നടത്തുന്ന വിപ്ലവ പ്രഭാഷണത്തിൽ ഇവരുടെ ആ പാർട്ടിക്കാരുടെ ഒരു തനതായ ശൈലിയുണ്ടല്ലോ, മുഷ്ടി ചുരുട്ടുക, പല്ല് കടിക്കണ്, മുഷ്ടി ചുരുട്ടണ്, ആകെ വിയർക്കണ് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതവരുടെ ഒരു രീതിയാണ്. ആ രീതിയിൽ മാത്രമുള്ള പ്രസംഗം മാത്രം. ഇതൊക്കെ കോമാളിത്തരമായി മാറി മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഈ ആശാന്മാർ രണ്ടുപേരും കൂടെ വെളിയിലിറങ്ങി നിന്ന് ഒരു റീൽസോ ഒരു പൊറാട്ട് നാടകം എന്ന് നമുക്ക് അതിനെ പറയാൻ പറ്റും. ഈ പൊറാട്ട് നാടകം നടത്തുക. ഇത് കണ്ട് ചിരിച്ച് ആൾക്കാരുടെ ഊപ്പാടും അത്. കാരണം ഇവർ വളരെ സീരിയസ് ആയിട്ടാണ് ഈ നാടകത്തെ ആക്ഷേപഹാസ്യമായിട്ട് അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ഭാഗം. പക്ഷേ ഇതിനെ ട്രോളി അതിൻ്റെ അവസാനം യുവന്മാർ അഞ്ചത്തെ അവസാനത്തെ ആണി അടിച്ചത് രാഹുൽ മാങ്കൂട്ടോട്ട് വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലോട്ട് ഇട്ടിട്ട് ചത്തി തവളപത്രം ചത്ത് എന്ന് പറഞ്ഞ് ഇല്ല മുകേഷിൻ്റെ ഒരു ഡയലോഗ് ചത്തി ഈ സാധനം എടുത്തിട്ടു. ഇത്രയും മാത്രമേ ഇട്ടുള്ളൂ. അത് ഇട്ട് ഏതാണ്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് അത് ഏതാണ്ട് ഒരു 1,00,000 മേൽ ഇതായി. അല്ല, ഇവർക്ക് ഉള്ളിലൊരു ഭയം കാണും. എന്താണെന്നറിയാമോ? കാണിച്ച തോന്നിയാസങ്ങൾ മുഴുവൻ ഇവരെ എന്ത് പറഞ്ഞാലും അവർ തിരിച്ചടിക്കാൻ തോന്നിയാസാരെ കയ്യിരിപ്പുണ്ട്. തിരിച്ചാവുന്ന ഒറ്റ മറുപടി അതിൽ വെടി തീർന്നു. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിച്ച് ഈ മാങ്കൂട്ടം ഉൾപ്പെട്ട കേസിൻ്റെ വിധിയൊക്കെ പറഞ്ഞുകൊണ്ട് ജനീഷ് കുമാർ തിരിച്ചൊരു പോസ്റ്റ് ഇട്ടു. കുറേ അന്തംകമ്മികളൊന്ന് കൈയടിക്കുന്നതല്ലാതെ ഏറ്റില്ല. കാരണം രാഹുലിനെ പോലെ ഒരു ബൗദ്ധിക തലത്തിലേക്ക് എത്താനുള്ള വളർച്ചയൊന്നും ഇതുവരെ ജനീഷ് കുമാറിനായിട്ടില്ല. അപ്പം ഇതിനകത്ത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കിക്കോളാം. കഴിഞ്ഞ 5 വർഷം നമ്മളെ ഭരിച്ചത് ഒരു പറ്റം മന്ദന്മാരായിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒരു രക്ഷയില്ലാത്ത ഒരു ഭരണം. പിണറായി വിജയൻ ഈ കേരളത്തിൽ നടക്കുന്നത് ഒന്നും അറിയില്ല. ബാലഗോപാൽ ധനമന്ത്രിയാണ്. ആ ധനമന്ത്രിയുടെ വകുപ്പിൽ എന്താ നടക്കുന്നതെന്ന് അയാൾക്കും അറിഞ്ഞുകൂടാ. കാരണം ഈ 100 രൂപ കിട്ടിയാൽ 77 രൂപയും ഈ പെൻഷനും പലിശയ്ക്കും പിന്നെ അതുപോലെ ശമ്പളത്തിനുമായിട്ട് പോവുകയാണ്. ബാക്കി 23% നിന്ന് വേണം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ, ആരോഗ്യം, മറ്റു വിദ്യാഭ്യാസം ഒക്കെ നടത്താൻ. എന്നിട്ട് വീണ്ടും ഇവർ പറയുന്നത് എന്താ, 6,000 കോടി ഖജനാവിലുണ്ടായിരുന്നു. ഇപ്പം മെയ് 16 ഞങ്ങൾ താനം വെക്കുന്ന ദിവസം 2,000 കോടിയേ ഉള്ളൂ എന്ന് സതീശൻ പറഞ്ഞു. ഉത്തമ സ്റ്റഡി ക്ലാസ്സിനൊന്നും ഇപ്പോൾ പോകാറില്ല അല്ലേ എന്ന ചോദ്യം. അപ്പൊ ഈ 6,000 കോടി കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതെടുത്ത് നിങ്ങൾ പാവം പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് 330 കോടി രൂപ വിതരണം ചെയ്യാൻ നിങ്ങൾ എന്തിനു ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത് അതല്ലേ? പിന്നെ തീർച്ചയായും. പിന്നെ പഞ്ചായത്തുകളുടെ വികസന ഫണ്ട് 1982 കോടി രൂപ അത് എന്തുകൊണ്ട് നിങ്ങൾ കൊടുത്തില്ല? നിങ്ങൾ ഇറങ്ങുമ്പോൾ ഖജനാവിൽ 6,000 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാ ചെലവും കഴിഞ്ഞ് മിച്ചം വന്നാന്ന് കരാറുകാർ ആത്മഹത്യ ചെയ്തു. പല കരാറുകാർ ആത്മഹത്യയുടെ വക്കിലാണ്. അതെ, എത്ര വർഷം അല്ല കരാറുകാർക്ക് കൊടുക്കാനുള്ളത് കിഫ്ബിയുടെ തിരിച്ചടവ് എന്തൊക്കെ തരികിട കാണിച്ച് കിഫ്ബിയിൽ ദേശസാൽകൃത ബാങ്ക് അല്ലാത്ത ന്യൂജൻ ബാങ്ക് വരെ പോയി പൈസ വാങ്ങി ഇങ്ങോട്ട് ഇടുന്നു കൂടിയ പലിശയ്ക്ക്. അതെ, എന്നിട്ട് അതെടുത്ത് നിങ്ങൾ പുട്ടടിക്കുന്നു. എന്താണെങ്കിലും നിങ്ങൾ ഈ കേരളം നിങ്ങളല്ല ഭരിച്ചിരുന്നത് കഴിഞ്ഞ 5 വർഷം എന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരോ ഈ കേരളത്തെ ഹൈജാക്ക് ചെയ്തു. അത്
KM എബ്രഹാം ആണോ, ജയതിലകനാണോ, പി ശശിയാണോ, ആരാണെന്നറിയില്ല. നിങ്ങൾക്കും അറിയില്ല, നിങ്ങളുടെ ധനമന്ത്രിക്കും അറിയില്ല, നിങ്ങളുടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി അത് വിജയൻ. നേരത്തെ തന്നെ അതിൻ്റെ പഴയ സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ പിണറായി എന്തായിരുന്നു എന്നുള്ളത്. അല്ല, ഈ ധവളപത്രത്തെ ആരായിരുന്നു ശരിക്കും പ്രതിരോധിക്കേണ്ടത്? ബാലഗോപാലാണ് ഈ ധവളപത്രം പ്രതിരോധിക്കേണ്ടത്. ഈ ധവളപത്രം നിയമസഭയിൽ ഇരുന്ന് പ്രതിരോധിക്കണമെങ്കിൽ ഇതിനെക്കുറിച്ച് വല്ല വിവരവും വേണം. ഇയാളുടെ കാലത്ത് എന്തൊക്കെ നടന്നു എന്ന് ഇയാൾ നേരത്തെ പ്രാക്ടീസ് ചെയ്തിട്ട് വരണ്ടേ? ഇവരിത് ഇപ്പം നമുക്കറിയാം, നമ്മൾ ഭരിച്ചിട്ടിറങ്ങി, അടുത്ത ഭരണസമിതി കയറി, നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നു, ധവളപത്രം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കണം, ഇവർ കൊണ്ടുവരാൻ പോകുന്നത് നമുക്ക് അതിനകത്ത് കുറേ പ്രശ്നങ്ങളുണ്ട്, അത് ഇന്ന കാര്യങ്ങൾ, ഇപ്പം DA കുടിശ്ശിക ഇതൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പ്രിപ്പയർ ചെയ്ത് വരണം. എന്നിട്ട് ഈ ധവളപത്രം സുധാകരനെ പോലുള്ള വിവരമുള്ള മനുഷ്യൻ നേതാക്കന്മാരെ ഒതുക്കിയതിന്റെ ഫലം ഇപ്പോൾ അവർ അനുഭവിക്കും. അതെ, നിയമസഭയിൽ എണീറ്റ് ചെയ്യുന്നതുകൊണ്ട് കൃത്യമായി മറുപടി പറയാൻ പറ്റുന്ന ആരോ കൂട്ടത്തിലില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്, ഇദ്ദേഹത്തിന് അത് അനലൈസ് ചെയ്ത് അങ്ങോട്ട് പറയണം. ഇതങ്ങനെ പറയാൻ ഇയാൾക്കറിയില്ല. ഇയാൾ പറയുന്നത് എന്താ? സതീശൻ കള്ളമാണ് പറയുന്നത് ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞില്ലേ 6000 കോടി ഖജനാവിലുണ്ടെന്ന്? അത് ശരിയാണെന്ന് സമ്മതിച്ചില്ല എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ നിങ്ങൾ പറഞ്ഞതിലെ പിന്നെ 6 ലക്ഷം കോടിയാണ് ഇവിടുത്തെ കടവ്. ഇത് ഇപ്പം 5 ലക്ഷം കോടിയുടെ കടവേ ഉള്ളല്ലോ. അതെന്താണ്? ഇതൊക്കെയാണ്. ഇത് 5.07 ആണ്. ഈ സാമ്പത്തിക വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് 6 ലക്ഷം കോടിയിലേക്ക് എത്തും, ഇല്ലേ? ഇത്തരം മന്ദം ചോദ്യങ്ങൾ. ഇപ്പോൾ ഒരു കാര്യം പൊതുജനത്തിന് മനസ്സിലായി, ഇവന്മാർക്കൊന്നിനും യാതൊരു മൂളയില്ലായിരുന്നു. യവന്മാർ കുറേ കാലം ഇവിടെ കയറി ഭരിക്കുവാന്ന് പറഞ്ഞ് ഏതാണ്ടൊക്കെ കാണിച്ചു. മൊത്തം PR വർക്ക്, ഇവിടെ ഒരു പണിയും നടന്നില്ല. കിബി വർക്കുകളൊന്നും നടന്നിട്ടേ ഇല്ല. ആകെ കിബി വർക്ക് ഏറ്റവും കൂടുതൽ കണ്ണൂരിൽ. ആശ്വസിക്കാം, ഇവർക്കെല്ലാം കാശുണ്ടാക്കാൻ പറ്റി, അത്രയേ ഉള്ളൂ. അവരെല്ലാം തലമുറകൾ അവരെ നന്ദിയോടെ സ്വത്തുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ, തിരുവനന്തപുരം, എറണാകുളം 3 ജില്ലയിൽ മാത്രമാണ് കിബി ഫണ്ട് പോയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കും. അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ഒരു പിന്നെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയത്. പാലങ്ങൾ തീർന്നിട്ടില്ല, മേൽപ്പാലങ്ങൾ തീർന്നിട്ടില്ല, അങ്ങനെ പലവിധ വിഷയങ്ങളുണ്ടായി. എന്താണെങ്കിലും ഒരു കാര്യം ഇന്നലെ വ്യക്തമായി, പിണറായി വിജയൻ ഈ നാട്ടിൽ നടന്ന 10 വർഷം നടന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹം സമ്പാദിക്കുന്ന തിരക്കിലായിരുന്നു. മാത്രമല്ല, ഇത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് BJPക്ക് വേറെ 3 പേരേ ഉള്ളുവെങ്കിലും അവർ 3 പേരും മിടുക്കന്മാരായതുകൊണ്ട് അവർക്ക് നല്ലൊരു ഗോൾഡൻ ചാൻസാണ് തിളങ്ങാൻ. അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിന് തങ്ങളാണ് യഥാർത്ഥത്തിൽ നിയമസഭയിൽ യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിച്ചത് എന്ന് നാട്ടുകാരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല അവസരം അവർക്ക് കിട്ടിയിരിക്കുന്നത്. അവരത് പരമാവധി പ്രയോജനപ്പെടുത്തും എന്നാണ് എൻ്റെ വിശ്വാസം.